യൂണിറ്റ് 10 ലെറ്റ്സ് ഷെയർ ആണ്. സ്റ്റാൻഡ് ടുഗെദർ ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ദ ഗെയിം സ്റ്റാൻഡിങ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് നിൽക്കുക എന്നുള്ള കളി കളിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 20 ചിൽഡ്രൻ ഇൻ അജൽസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം. അജലിന്റെ ക്ലാസ്സിലെ 20 കുട്ടികൾ ഈ കളി കളിച്ചു. വെൻ ടോൾഡ് 5 ടുഗെദർ ഹൗ മെനി ഗ്രൂപ്പ്സ് were formed? അതായത് 5 പേര് ഒരുമിക്കുക എന്ന് പറഞ്ഞപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 20 ആണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. ദെൻ ഹൗ മെനി ഗ്രൂപ്പ്സ് നമുക്ക് എങ്ങനെ കാണാം? ദെൻ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇസ് ഈക്വൽ ടു 4 5s are അല്ലേ? 4 5s are അല്ലേ 20. 20ൽ എത്ര 5കൾ ഉണ്ട്? 4 5s are ആണല്ലേ 20. 4 5കൾ ചേർന്നാലല്ലേ 20 ആവുക. അപ്പൊ എത്രയാ ഗ്രൂപ്പ്? 4 ഗ്രൂപ്പ്സ് ആണ് അല്ലേ? 4 ഗ്രൂപ്പ്സ് എന്ന് എഴുതുക കേട്ടോ. ഹൗ മെനി ഗ്രൂപ്പ്സ് were formed when told 4 together? അതായത് 4 പേര് ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ആണ് ഫോം ചെയ്തതെന്നാണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20 ആണ്. ദെൻ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എങ്ങനെയാ കാണാം? 20ൽ എത്ര 4കൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ? 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are ആണല്ലേ 20. 5 4കൾ ചേർന്നാലല്ലേ 20 ആവുക. അപ്പൊ എത്ര ഗ്രൂപ്പ്സ് ആണ്? 5 ആണ് അല്ലേ? 5 എന്ന് എഴുതാം. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച്. അതായത് 2 പേര് വെച്ചിട്ട് എത്ര ഗ്രൂപ്പ്സ് ഉണ്ടാവും കേട്ടോ. ഒരു ഗ്രൂപ്പില് 2 പേരാണെങ്കിൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടാവും? 20ൽ എത്ര 2കൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ? അപ്പൊ 10 2s are ആണല്ലോ 20. 10 2കൾ ചേർന്നാലല്ലേ 20 ആവും. അപ്പൊ എത്ര ഗ്രൂപ്പ്സ് ആണ്? 10 ഗ്രൂപ്പ്സ് ആണ് അല്ലേ? 10 ഗ്രൂപ്പ്സ് എന്ന് എഴുതാം. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 ഗ്രൂപ്പ്സ് ഓഫ് 5 ഈസ് 20. അതായത് 5ന്റെ 4 ഗ്രൂപ്പുകൾ വന്നാലാണ് 20 ആവുക എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് നമ്പർ ഗേവ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. അതായത് ഒരു ഗ്രൂപ്പിൽ എത്ര ചിൽഡ്രൻ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20 ആണ്. നമ്മൾ കണ്ടു ഒരു ഗ്രൂപ്പിൽ 2 ചിൽഡ്രൻ വരുമ്പോഴാണല്ലോ നമുക്ക് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 10 ഉണ്ടാവുന്നത്. അതല്ലേ മോസ്റ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ടായത്. അപ്പൊ ഏതാണ് വരിക? 2 ആണ് അല്ലേ? ദെൻ ഹൗ മെനി ഗ്രൂപ്പ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാ വരിക? 10 അല്ലേ? 10 എന്ന് എഴുതുക കേട്ടോ. വെൻ ടോൾഡ് 10 ടുഗദർ, അതായത് 10 പേര് ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? എത്ര 10കളാണ് 20ൽ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ? 2 10s ആണല്ലോ 20. അപ്പൊ എത്ര വരിക? 2 ഗ്രൂപ്പ്സ് ആണ് അല്ലേ? അങ്ങനെ എഴുതുക കേട്ടോ. ഈ ടേബിൾ നോക്കൂ. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ്, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അതന്നെയാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20 ആണ്. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് 5 ആണെങ്കിൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാ വരിക? 4 അല്ലേ? അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20 ആണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടില്ല. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 5 ആണെങ്കിൽ ഓരോ ഗ്രൂപ്പിലും എത്ര ചിൽഡ്രൻ ഉണ്ടാവും? 4 അല്ലേ? 4 എന്ന് എഴുതുക. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് 2 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാണ്? 10 2s are ആണല്ലേ 20. 10 ഗ്രൂപ്പല്ലേ വരിക? 10 എന്ന് എഴുതുക. നെക്സ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20 ആണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് തന്നിട്ടില്ല, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് 10 ആക്കാം. അപ്പൊ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാ വരിക? 2 അല്ലേ? അങ്ങനെ കേട്ടോ. നെക്സ്റ്റ് സ്വീറ്റ് മാംഗോസ്. സി ദ മാംഗോ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. സ്കൂൾ ഗ്രൗണ്ടിലെ മാംഗോ ട്രീ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എ ലോട്ട് ഓഫ് മാംഗോസ് ഫെൽ ഡൗൺ വെൻ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. ഒരു കനത്ത കാറ്റ് വീശിയപ്പോൾ ധാരാളം മാങ്ങകൾ താഴെ വീണു. അജൽ ആൻഡ് ഫ്രണ്ട്സ് പിക്ഡ് ദം അപ്പ്. അജലും അജലിന്റെ ഫ്രണ്ട്സും അതെല്ലാം പെറുക്കി കേട്ടോ. 16 റൈപ്പ് മാംഗോസ് ഉണ്ട്, 28 റോ മാംഗോസ്, 36 ടെൻഡർ മാംഗോസ്. റൈപ്പ് മാംഗോസ് എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങകള്, റോ മാംഗോസ് എന്ന് പറഞ്ഞ പച്ചമാങ്ങകള്, ടെൻഡർ മാംഗോസ് എന്ന് പറഞ്ഞ കടുമാങ്ങകൾ കേട്ടോ. ഇനി എന്താ അവിടെ പറയുന്നത്? അജൽ സ്കൂൾ ഹാസ് 4 ക്ലാസ്സസ്. അജലിന്റെ സ്കൂളിൽ എത്ര ക്ലാസ് ഉണ്ട്? 4 ക്ലാസ്സസ് ആണ് ഉള്ളത് കേട്ടോ. ദി ഷെയർഡ് ദ റൈപ്പ് ആൻഡ് അൺറൈപ്പ് മാംഗോസ് ഈക്വലി ബിറ്റ്വീൻ ദ 4 ക്ലാസ്സസ്. ഇവര് പച്ചമാങ്ങകളും പഴുത്ത മാങ്ങകളും 4 ക്ലാസ്സസ് തമ്മിൽ തുല്യമായി വീതിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡിവൈഡ് ദ റൈപ്പ് മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ദ അൺറൈപ്പ് മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് പഴുത്ത മാങ്ങകളെ ഗ്രൂപ്പിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കളർ ചെയ്യാനും അതുപോലെ തന്നെ അൺറൈപ്പ് മാംഗോസ് പച്ചമാങ്ങകളെ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കളർ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് റൈപ്പ് മാംഗോസ് എത്ര? ടോട്ടൽ നമ്പർ ഓഫ് റൈപ്പ് മാംഗോസ് 16 ആണ്. എത്ര പേർക്കാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 4 ആണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാണ്? 4 ആണ്. 4 ക്ലാസ്സസ് ആണല്ലോ ഉള്ളത്. 4 2s are ആണല്ലോ 16. 4 4കൾ വന്നാലല്ലേ 16 ആവുക. അപ്പൊ ഓരോ ക്ലാസ്സിലും എത്ര എണ്ണം വീതം കിട്ടും? 4 മാംഗോസ് കിട്ടും.
അല്ലേ? ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഹൗ മെനി ഇൻ ദിസ് ഗ്രൂപ്പ് എന്ന്. എത്രയാണ് ഒരു ഗ്രൂപ്പിന് കിട്ടുന്നത്? 4 ആണ് അല്ലേ? 4 4s ആണ് 16. 4 എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് ആണ്. 4s എന്ന് പറയുന്നത് എന്താണ്? 4 മാങ്ങകളാണ്. 16 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ്. ഇനി അടുത്ത് നോക്കൂ, ഡിവൈഡ് ദ അൺറൈപ്പ് മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അൺറൈപ്പ് മാംഗോസ് 28 ആണ്. നമ്പർ ഓഫ് ക്ലാസ്സസ് 4 ആണ് അല്ലേ? അതായത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 4 ആണ്. ഓരോ ക്ലാസ്സസിനും എത്ര മാംഗോസ് വീതം കിട്ടും? നമുക്കറിയാം 4 7s ആണ് 28 അല്ലേ? 4 7കൾ കൂടുമ്പോഴല്ലേ 28 ആവുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും എത്ര മാംഗോസ് വീതം കിട്ടും? 7 മാംഗോസ് വീതം കിട്ടും. അപ്പോൾ ഹൗ മെനി ഇൻ ദിസ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ്? 7 മാംഗോസ് ആണ്. 7 എന്ന് എഴുതുക. 4 7s 28 ആണ്. 4 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. 7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മാംഗോസ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ദെൻ 28 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ്. അടുത്തത് നോക്കൂ, അജൽ ആൻഡ് ഹീസ് 5 ഫ്രണ്ട്സ് ഷെയർഡ് ദ ടെൻഡർ മാംഗോസ്. ഡിവൈഡ് ദ ടെൻഡർ മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അജലും അജലിന്റെ 5 ഫ്രണ്ട്സ് ആണ് ടെൻഡർ മാംഗോസ് ഷെയർ ചെയ്തത് അല്ലേ? 5 ഫ്രണ്ട്സും അജലും പറയുമ്പോൾ മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ 6 ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 6 സർക്കിൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ടെൻഡർ മാംഗോസ് എത്രയാണ്? 36 ആണ് അല്ലേ? 6 ഗ്രൂപ്പ് ആക്കണം. അപ്പോൾ എന്താണ് വരിക? 6 6 അല്ലേ 36. അതായത് ഓരോ കുട്ടികൾക്കും എത്ര മാംഗോസ് വീതം കിട്ടും? 6 മാംഗോസ് വീതം കിട്ടും. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ട് ഹൗ മെനി ഗ്രൂപ്പ്സ്. എത്ര ഗ്രൂപ്പ്സ് ആണ്? 6 ചിൽഡ്രൻ ആണ് ഷെയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 6 ഗ്രൂപ്പ്സ് ആണ്. ഹൗ മെനി മാംഗോസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 6 6കളാണല്ലോ 36. അപ്പോൾ 6 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതണം കേട്ടോ. 6 × 6 = 36. 6 എന്ന് പറയുന്നത് എന്താ? ഗ്രൂപ്പ്സ് ആണ്. 6 എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മാംഗോസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് ആണ് 36 കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.